ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭൂമിദേവിയെയും മറ്റു ദേവന്മാരെയും മഹാവിഷ്ണു താൻ ഭൂമിയിൽ അവതാരം ചെയ്ത് രക്ഷിച്ചു കൊള്ളാമെന്ന് സമാധാനിപ്പിച്ചുവല്ലോ. ആ അവസരത്തിൽ പുത്രന്മാരിൽ എന്ന ദുഃഖവുമായി അയോധ്യ രാജാവായ ദശരഥൻ കഴിഞ്ഞുകൂടുകയായിരുന്നു. അദ്ദേഹം വസിഷ്ഠോപദേശപ്രകാരം ഋഷ്യശൃംഗ മഹർഷിയെ വരുത്തി പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തി. ആ യാഗത്തിൽ സാക്ഷാൽ അഗ്നിഭഗവാൻ അവതരിച്ച് ഒരു ദിവ്യമായ പായസം ദശരഥന് കൊടുത്തു. ദശരഥൻ ആ പായസം കൗസല്യയ്ക്കും കൈകേയിക്കും കൊടുത്തു. അവർ രണ്ടുപേരും ഓരോ ഭാഗം സുമിത്രയ്ക്ക് നൽകി. പായസഫലമായി ദശരഥൻ്റെ 3 പത്നിമാരും ഗർഭം ധരിച്ചു. സമയമായപ്പോൾ കൗസല്യ ശ്രീരാമനെയും കൈകേയി ഭരതനെയും സുമിത്ര ലക്ഷ്മണ ശത്രുഘ്നന്മാരെയും പ്രസവിച്ചു. ശ്രീരാമനായി ജനിച്ചത് മഹാവിഷ്ണു തന്നെയെന്ന് കൗസല്യയെ ലൗകികമായി ബോധ്യപ്പെടുത്താൻ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ തന്നെയാണ് അവതരിച്ചത്. അപ്പോൾ കൗസല്യ വിഷ്ണു രൂപത്തെ സ്തുതിക്കുന്നു. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര, നമസ്തേ വാസുദേവ മധുസൂദന ഹരേ, നമസ്തേ നാരായണ നമസ്തേ നരകാരേ, നമസ്തേശ്വരാ ശൗരേ നമസ്തേ ജഗൽപദേ. നിന്ദുരൂപടി മായാദേവിയെക്കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയം ആശ്രയിച്ചെന്തിന്നിതെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. മഹാവിഷ്ണു തൻ്റെ ഉദരത്തിൽ നിന്നും പിറന്നുവെന്നത് കൗസല്യയ്ക്ക് തന്നെ വളരെ അത്ഭുതമുളവാക്കി. തന്നെയുമല്ല, മറ്റുള്ളവർ കാണുന്നതിനു മുൻപ് വേഗത്തിൽ വിഷ്ണുവിൻ്റെ രൂപം മറച്ച് സാധാരണ മനുഷ്യ ശിശുവിൻ്റെ രൂപം കൈക്കൊള്ളുവാൻ കൗസല്യ അഭ്യർത്ഥിക്കുന്നു. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളവർ കാണും മുമ്പേ എന്നാണ് ആ അഭ്യർത്ഥന. അതിനുശേഷം മഹാവിഷ്ണു ദിവ്യസ്വരൂപം ഉപസംഹരിച്ചു. അങ്ങനെ ശ്രീരാമൻ സാധാരണക്കാർക്ക് ഒരു ലക്ഷണം തികഞ്ഞ മനുഷ്യ ശിശുവായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ഈ മാതൃപുത്ര സംവാദം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് വിഷ്ണു സാരൂപ്യം ഉണ്ടാകുമെന്നാണ് ഇവിടെ മഹാവിഷ്ണു തന്നെ അമ്മയായ കൗസല്യയോട് പറഞ്ഞത്. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുമ്പോൾ, ഇന്ദ്രനീലാഭപൂണ്ട സുന്ദരരൂപനരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ, ചന്ദ്രചൂടാരവിന്ദമന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ. നന്ദനാനുണ്ടായതെന്നാശു കേട്ടൊരു പങ്ക്തിസ്യന്തനാനഥ പരമാനന്ദാകുലനായാൻ. പുത്രലാഭം നിമിത്തം വളരെ സന്തോഷിച്ച ദശരഥ മഹാരാജാവ് ഭൃത്യന്മാർക്കെല്ലാം ധാരാളം പാരിതോഷികങ്ങളും മറ്റും നൽകി സന്തോഷം കൊണ്ടാടി. ദശരഥപുത്രന്മാരുടെ ബാലലീലകളുടെ അവസരത്തിൽ രാമലക്ഷ്മണന്മാർ ഒരുമിച്ചും ഭരതശത്രുഘ്നന്മാർ ഒരുമിച്ചും എന്ന ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വസിഷ്ഠമുനി ആ ദശരഥപുത്രന്മാർക്ക് യഥാസമയം ഉപനയനാദി സംസ്കാരങ്ങൾ ചെയ്തു കൊടുത്തു. വേദങ്ങളും വേദാംഗങ്ങളും സ്മൃതികളും അവരെ പഠിപ്പിച്ചു. ധനുർവേദ പാഠങ്ങളിൽ കുട്ടികൾ വളരെ നൈപുണ്യം കൈവരിക്കുകയും ചെയ്തു. ആ ഇടയ്ക്കൊരു ദിവസം വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ ചെന്ന് ദശരഥ മഹാരാജാവിനോട് രാമലക്ഷ്മണന്മാരെ യാഗരക്ഷക്കായി തൻ്റെ കൂടെ വിട്ടുതരണമെന്ന് അഭ്യർത്ഥിച്ചു. രാജഗുരുവായ വസിഷ്ഠൻ്റെ ഉപദേശം അനുസരിച്ച് മഹാരാജാവ് വിശ്വാമിത്രൻ്റെ കൂടെ അവരെ പറഞ്ഞയച്ചു. വിശ്വാമിത്രൻ
ശ്രീരാമലക്ഷ്മണന്മാരെയും കൂട്ടി സ്വന്തം ആശ്രമത്തിലേക്ക് യാത്രയായി. അങ്ങനെ പോകുമ്പോൾ വഴിക്ക് വെച്ച് മഹർഷി ദാഹവും വിശപ്പും ഇല്ലാതാക്കുവാനുള്ള ബല, അതിബല എന്നീ 2 മന്ത്രങ്ങൾ കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുത്തു. അവർ ഗംഗാനദി കടന്നു യാത്ര തുടർന്നു. അപ്പോൾ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ ദുഷ്ടയായ താടക എന്ന ഭയങ്കര രാക്ഷസിയെ അമ്പെയ്തു വീഴ്ത്തി. അവളുടെ ശരീരത്തിൽ നിന്ന് ഒരു യക്ഷി ആവിർഭവിക്കുകയും ശ്രീരാമദേവൻ്റെ അനുജ്ഞയോടുകൂടി അവൾ ദേവലോകം പ്രാപിക്കുകയും ചെയ്തു. മഹർഷി ആ ബാലന്മാർക്ക് പല ദിവ്യാസ്ത്ര മന്ത്രങ്ങളും ഉപദേശിച്ചു. അടുത്ത ദിവസം അവർ വിശേഷപ്പെട്ട സിദ്ധാശ്രമത്തിലെത്തി. അവിടെ വിശ്വാമിത്ര മഹർഷി യാഗദീക്ഷ തുടങ്ങിയതോടെ രാക്ഷസന്മാർ വന്ന് മലിനവസ്തുക്കൾ വലിച്ചെറിഞ്ഞും മറ്റും യാഗത്തെ തടസ്സപ്പെടുത്തുവാൻ ഭാവിച്ചു. മാരീചൻ, സുബാഹു എന്നിവരുടെ രാക്ഷസീയതയൊന്നും രാമബാണത്തിനു മുൻപിൽ ഫലിച്ചില്ല. സുബാഹുവിനെ ശ്രീരാമൻ വധിച്ചു. മാരീചൻ ഭയന്നോടി രക്ഷപ്പെട്ടു. വിശ്വാമിത്രൻ്റെ യാഗം ഭംഗിയായി നടന്നു. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ, ദേവദുന്ദുഭികളും ഘോഷിച്ചതു നേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം കൊണ്ടു പുണർന്നശ്വപൂർണാദ്രാകുല നേത്രരൂപങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും പൂജിപ്പിച്ചതു വാത്സല്യത്താൽ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.